വേനൽക്കാലം നിങ്ങളുടെ ചർമ്മത്തിന് ഒരു ശ്രമകരമായ സമയമാണ്. കത്തുന്ന സൂര്യനും പൊള്ളുന്ന ചൂടും ഒട്ടും ക്ഷമ നമ്മോട് കാണിക്കില്ല, പ്രത്യേകിച്ച് ചർമ്മത്തിനോട്. മലിനീകരണവും മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളും നിങ്ങളുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക തിളക്കം നഷ്ടമാക്കുവാൻ കാരണമാകുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തെ എണ്ണമയമുള്ളതും മങ്ങിയതും അഴുക്കു നിറഞ്ഞതുമാക്കി മാറ്റുന്നു. വേനൽക്കാലം നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഗുണനിലവാരത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നും പ്രസന്നവും ആരോഗ്യകരവുമായ ചർമ്മത്തെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്നും മനസ്സിലാക്കുവാൻ ഈ വീഡിയോ ഫുള്ളും കാണുക. ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ ഫേസ് വാഷ് മാറേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ശൈത്യകാലത്ത് ചർമ്മത്തെ പോഷിപ്പിക്കുന്ന ഒരു ഫേസ് വാഷ് ഗുണം ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് ചർമ്മത്തിൽ നിന്ന് അധികം എണ്ണ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് വരണ്ട ചർമ്മമുണ്ടെങ്കിൽ അധികം പതയില്ലാത്ത ക്ലെൻസർ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക. മറ്റു തരത്തിലുള്ള ചർമ്മത്തിനും ഇത് അനുയോജ്യമാണ്. ചർമ്മം ശുദ്ധവും ഉന്മേഷദായകവുമായിരിക്കാൻ പകൽ സമയത്ത് മുഖം ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കാം. വേനൽക്കാലത്ത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് സെറം ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് നല്ലതാണ്. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് സെറം നിങ്ങളുടെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുക മാത്രമല്ല, പാരിസ്ഥിതിക നാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. ഇത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ തുരത്തുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് സാധാരണ ചർമ്മവും എണ്ണമയമുള്ള ചർമ്മവും സംരക്ഷിക്കുന്നത് പോലെ തന്നെ എണ്ണമയവും വരണ്ടതും കൂടി ചേർന്ന ചർമ്മത്തെയും എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു മികച്ച പോംവഴിയാണിത്. ചർമ്മ സംരക്ഷണ വ്യവസ്ഥയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്താമെന്ന് ഓർമ്മിക്കുക. സിട്രസ് പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഗ്രീൻ ടീ, പരിപ്പ്, ധാന്യങ്ങൾ എന്നിവ ഇതിനായി ധാരാളം കഴിക്കുക. അതിലൂടെ യുവത്വം തുളുമ്പുന്ന ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജലാംശം നിലനിർത്തുക. ചർമ്മത്തിന് ഈർപ്പവും ജലാംശവും ഏറ്റവും ആവശ്യമുള്ള സമയമാണ് വേനൽക്കാലമെന്ന് ഓർമ്മിക്കുക. ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കാവുന്ന നല്ല ജലാംശം പകരുന്ന ഫേസ് മാസ്ക് ഉപയോഗിക്കുക. ആദ്യം നിങ്ങളുടെ മുഖം കഴുകിയതിന് ശേഷം ചർമ്മത്തെ നന്നാക്കുവാനും പുനർനിർമ്മിക്കുവാനും സുഖപ്പെടുത്തുവാനും നിർദ്ദേശിക്കപ്പെട്ട ഫേസ് മാസ്ക് രാത്രി ഉപയോഗിക്കുക. വരണ്ട ചർമ്മം, മുഖക്കുരു, എണ്ണമയം മുതലായ ചർമ്മ അവസ്ഥകളെ ഇത്തരം ഒരു നല്ല ഫേസ് മാസ്കിന് ചികിത്സിക്കാൻ കഴിയും. ഉചിതമായ മാസ്ക് എടുത്ത് ചർമ്മത്തിൽ നിന്നുള്ള സമ്മർദ്ദം, ക്ഷീണം എന്നിവ തുടച്ചു മാറ്റാൻ 10 മിനിറ്റ് അധികമായി ചിലവഴിക്കുക. സൺസ്ക്രീൻ ഉപയോഗിക്കുക. വേനൽക്കാലത്ത് സൺസ്ക്രീൻ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയായിരിക്കണം. വിശാലമായ അൾട്രാവയലറ്റ് സ്പെക്ട്രമുള്ള 30 മുതൽ 50 വരെ ഉള്ള SPFനും ഇടയിലുള്ള UVV രശ്മികളെ തടയുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ദിവസം മുഴുവൻ സൂര്യപ്രകാശത്തിന് കീഴെ ചിലവഴിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഓരോ 3 മണിക്കൂറിലും വീണ്ടും സൺസ്ക്രീൻ പ്രയോഗിക്കുക. നിങ്ങളുടെ കൈകൾ, കാലുകൾ, തോളുകൾ, കഴുത്ത് എന്നിവിടങ്ങളിൽ എല്ലാം സൺസ്ക്രീൻ പുരട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പതിവായി എക്സ്ഫോളിയേറ്റ് ചെയ്യുക. തിളക്കമാർന്നതും മൃദുലവുമായ ചർമ്മത്തിൻ്റെ താക്കോലാണ് മോശം ചർമ്മത്തെ പുറന്തള്ളുക എന്നത്. ഇത് മങ്ങിയ ചർമ്മ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും നിർജീവ ചർമ്മകോശങ്ങൾ എടുത്തുകളയുകയും ചെയ്യുന്നു. ഈ അവശിഷ്ടങ്ങൾ ചർമ്മത്തെ ശ്വസിക്കുന്നതിൽ നിന്നും തടയുകയും ചർമ്മത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മുഖത്തിന് മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ ശരീരത്തിനും ഇത് ആവശ്യമാണെന്ന് ഓർമ്മിക്കുക. എന്നിരുന്നാലും നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൗമ്യത പുലർത്തണം. കൂടുതൽ ശക്തിയായി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കണം. കാരണം ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഇതുമൂലം മുറിവുണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ ചർമ്മത്തിൽ തിണപ്പും ഉണ്ടാകാം. ലോല ചർമ്മമുള്ള ആളുകൾ ചർമ്മത്തിൽ മൃദുവായ എക്സ്ഫോളിയേറ്റുകൾ ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുക്കണം.
മേക്കപ്പ് ചെയ്യുന്നത് കുറയ്ക്കുക. വേനൽക്കാലം എന്നാൽ നിങ്ങൾ മേക്കപ്പ് കുറയ്ക്കണം എന്നാണ്. ചർമ്മത്തെ നന്നായി ശ്വസിക്കാൻ അനുവദിക്കുന്നതിന് കുറഞ്ഞ മേക്കപ്പ് മുഖത്ത് ധരിക്കുക. ഈർപ്പം, ചൂട് എന്നിവ ചർമ്മത്തിന് ശ്വസിക്കാൻ സമ്മർദ്ദം നീക്കുവാനുമുള്ള കഴിവ് തടയുന്നു. മുഖത്ത് കട്ടിയുള്ള ഒന്നും പുരട്ടുന്നത് ഒഴിവാക്കുക. ചർമ്മത്തിന് അല്പം വിശ്രമം നൽകുവാൻ വേനൽക്കാലത്ത് ടിൻറ്റഡ് മോയ്സ്ചറൈസർ, ടിൻറ്റഡ് ലിപ് ബാം, നാച്ചുറൽ കൺമഷി എന്നിവ ഉപയോഗിക്കുക. ഉന്മേഷകരമായ ടോണർ ഉപയോഗിക്കുക. ഒരു നല്ല ടോണർ ഉപയോഗിക്കുന്നത് തുറന്ന ചർമ്മം സുഷിരങ്ങൾ അടയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. തുറന്ന സുഷിരങ്ങളിൽ എണ്ണ ശേഖരിക്കപ്പെടുന്നത് തടയാൻ വേനൽക്കാലത്ത് ഇത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ നെറ്റി, മൂക്ക്, ചുണ്ട്, താടി എന്നിവ ഉൾപ്പെട്ട മുഖത്തിൻ്റെ T-സോണിൽ സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഏറ്റവും വലിയ സാന്ദ്രതയുണ്ട്. നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുവാൻ ടോൺ ചെയ്യുമ്പോൾ ഈ മേഖലയിലേക്ക് ശ്രദ്ധിക്കുക. സൗമ്യവും ഉന്മേഷദായകവുമായ കുക്കുംബർ അല്ലെങ്കിൽ കറ്റാർ വാഴ അടിസ്ഥാനമാക്കിയുള്ള ടോണർ ഇതിനായി ഉപയോഗിക്കുക. നിങ്ങളുടെ മോയ്സ്ചറൈസർ മാറ്റുക. വേനൽക്കാലത്ത് ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാൻ വീര്യം കൂടിയ ക്രീമുകളും ഷിയ ബട്ടർ അടങ്ങിയ മോയ്സ്ചറൈസറുകളും നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ചർമ്മത്തിന് വേനൽക്കാലത്ത് ഈർപ്പം ആവശ്യമില്ലെന്ന തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കട്ടി കുറഞ്ഞ ഒരു ചർമ്മ സംരക്ഷണ ഉൽപ്പന്നം ആവശ്യമാണ്. മോയ്സ്ചറൈസർ ഏത് കാലാവസ്ഥയിലും ആവശ്യമാണ്. എന്നാൽ ശൈത്യകാലത്ത് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ല വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. ആരോഗ്യകരമായ ചർമ്മകോശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം. ഇത് ചർമ്മത്തെ മൃദുവും മിനുസവും തിളക്കവുമുള്ളതായി നിലനിർത്തുന്നു. നിങ്ങൾ പോകുന്നിടത്തെല്ലാം വെള്ളം കൊണ്ടുപോകാൻ ഓർമ്മിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കുക. ചർമ്മത്തിൽ നിന്ന് വിഷവസ്തുക്കളെ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പുറന്തള്ളാൻ വെള്ളം വളരെ പ്രധാനമാണ്. കാലുകൾ പരിപാലിക്കാൻ ഓർമ്മിക്കുക. ഞങ്ങളുടെ മുഖം പരിപാലിക്കുന്നതിലാണ് നിങ്ങൾ എപ്പോഴും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എല്ലാവരും ആദ്യം കാണുന്നത് മുഖമാണ് എന്നത് തന്നെ ഇതിന് കാരണം. എന്നാൽ നിങ്ങളുടെ പാദങ്ങൾ ദിവസവും മുഴുവൻ നിങ്ങളെ ഓരോ ഇടത്തേക്കും കൊണ്ടുപോകുന്നുവെന്നും അവയുടെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ കാലിലെ നിർജീവ ചർമ്മം പതിവായി പുറന്തള്ളുക. തുറന്ന പാദരക്ഷകൾ ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാലിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും പുരട്ടിയെന്നത് ഉറപ്പുവരുത്തുക. കണ്ണിൻ്റെ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. നിങ്ങളുടെ മുഖത്തിന് മോയ്സ്ചറൈസറുകളും ടോണറുകളും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ചർമ്മം വളരെ കനം കുറഞ്ഞതും അതിലോലവുമായതുമാണെന്ന് ഓർമ്മിക്കുക. ഹൈലുറോണിക് ആസിഡ്, വെള്ളരിക്ക അല്ലെങ്കിൽ തേൻ എന്നിവ അടങ്ങിയിട്ടുള്ള കണ്ണിന് താഴെ പുരട്ടുവാനുള്ള നല്ല ജെൽ തിരഞ്ഞെടുക്കുക. ഈ ചേരുവകൾ കണ്ണിന് ചുറ്റുമുള്ള ചർമ്മത്തിൻ്റെ ജലാംശം നിലനിർത്തുകയും ചുളിവുകൾ ഉണ്ടാക്കുന്നത് തടയുകയും ചെയ്യുന്നു. പ്രകൃതിദത്ത പരിഹാരങ്ങളുടെ മൂല്യം ഓർമ്മിക്കുക. വിപണിയിലെ പ്രത്യേക ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ധാരാളം ആളുകൾ നന്നായി ഉപയോഗിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം അടുക്കള എന്നത് മികച്ച ഫേഷ്യൽ ക്ലെൻസറുകൾ, ടോണറുകൾ, മോയ്സ്ചറൈസറുകൾ എന്നിവയുടെ ഒരു സംഭരണശാലയായിരിക്കുമെന്ന കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. സാധാരണ അടുക്കള ചേരുവകൾ ഉപയോഗിച്ച് വേനൽക്കാലത്ത് മികച്ച ഒറ്റമൂലികൾ ഉണ്ടാക്കാവുന്നതാണ്. ഓട്സ് പൊടി, കാപ്പിപ്പൊടി, കുക്കുംബർ, തൈര്, കടലുപ്പ് എന്നിവ വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളായി ഉപയോഗിക്കാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചേരുവകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.